എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നന്നായി മനസ്സിലാകണം എന്ന രീതിയിലാണ് ഞാൻ മാക്സിമം പറയാൻ ശ്രമിക്കുന്നത്. അല്ലാതെ വെറുതെ പറഞ്ഞിട്ട് പോകണം എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. വെറുതെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടണം അല്ലെങ്കിൽ എനിക്ക് ലൈക്ക് അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറില്ല. എനിക്കറിയാവുന്ന കാര്യം വ്യക്തമായിട്ട് നിങ്ങളുടെ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരണം എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അതിനുള്ള വീഡിയോ അങ്ങനെ ആയിരിക്കും. ചിലപ്പം വീഡിയോ കുറച്ച് ലോങ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നെൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് സ്റ്റാർ ഡെൽറ്റ മോട്ടറിൻ്റെ വയറിങ്ങും അതിൻ്റെ ടെസ്റ്റിങ്ങും ചെയ്യാമെന്നായിരുന്നു. പക്ഷേ ഞാൻ ആലോചിച്ചപ്പം സ്റ്റാർ ഡെൽറ്റയ്ക്ക് മുന്നേ ആയിട്ട് നമുക്ക് സ്റ്റാർ എന്ന് പറഞ്ഞൊരു കണക്ഷൻ ഉണ്ട്. സ്റ്റാർ ആദ്യം നമുക്ക് സ്റ്റാർ എന്താണെന്ന് പഠിക്കാം. അതിനു മുന്നേ സ്റ്റാർ എന്തുവാന്ന് പഠിക്കാം. ഓക്കെ, നമ്മൾ ഈ മോട്ടറുകൾ സ്റ്റാറിൽ കണക്ഷൻ ചെയ്യുമ്പോൾ അതിനകത്തോട്ട് വരുന്നത് 230 വോൾട്ട് ഇഞ്ചക്ഷനാണ് വരുന്നത്. ഡയറക്റ്റ് ഫുൾ 3 ഫേസ് വോൾട്ടേജ് നമുക്ക് മോട്ടറിലോട്ട് ചെല്ലുന്നില്ല. 230 വോൾട്ടാണ് ഓരോ ഫേസിലും നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റാർ ആയത് ഡെൽറ്റ ആയതെന്നൊക്കെ നമുക്ക് നോക്കാം. ഇത് എന്തുകൊണ്ടാണ് അത് സ്റ്റാർ ഡെൽറ്റ എന്നൊക്കെ പറയുന്നത് എന്തിനാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതൊരു വൈൻഡിങ് ആണെന്ന് കരുതുക. ഓക്കെ, ഇത് മോട്ടറിനകത്തിലെ സെക്കൻഡ് വൈൻഡിങ് ആണെന്ന് നിങ്ങൾ കരുതുക. ഇത് മൂന്നാമത്തെ വൈൻഡിങ്. ഇത് അങ്ങനെ 3 വൈൻഡിങ് ആണ് നമുക്ക് 3 ഫേസിൽ വരുന്നത്. ഇത് ആദ്യത്തെ വൈൻഡിങ്, രണ്ടാമത്തെ വൈൻഡിങ്, മൂന്നാമത്തെ വൈൻഡിങ്. ഓക്കെ, അങ്ങനെ 3 വൈൻഡിങ്ങുകളാണ് നമ്മുടെ ഈ മോട്ടറിൽ 3 ഫേസ് മോട്ടറിൽ വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ സപ്ലൈ കൊടുക്കുന്നു RYB അല്ലെങ്കിൽ UVW ഇങ്ങനെ കൊടുക്കുന്നു നമ്മൾ സപ്ലൈ. ഓക്കെ, അപ്പം ഇത് ഓൾറെഡി ചില മോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാറിൽ തന്നെ കണക്ഷൻ. അപ്പോൾ നമുക്ക് 3 ലീഡ് മാത്രമേ ഔട്ട് കാണത്തുള്ളൂ. മോട്ടറിൻ്റെ അകത്ത് തന്നെ ഇൻറ്റേർണലി ഇത് ലൂപ്പായിരിക്കും, ഇത് ഷോർട്ടായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഓരോ ഫേസിലോട്ടും പോകുന്നത് 230 വോൾട്ട് ആയിരിക്കും. 230 വോൾട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നിട്ട് ന്യൂട്രൽ ജനറേറ്റ് ആയപ്പോഴും ഇതാണ് ഇതിൻ്റെ ന്യൂട്രൽ പോയിൻ്റ്. ഇതെല്ലാം വന്ന് ചേരുന്നത് ഇതിലോട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ന്യൂട്രൽ പോയിൻ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ പോയിൻ്റൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 230 വോൾട്ട് ആയിരിക്കും കാണിക്കുന്നത്. ഈ പോയിൻ്റൂടെ ചെക്ക് ചെയ്താൽ 230 വോൾട്ട് ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ഇത് ഓൾറെഡി മോട്ടറിനകത്ത് ആണ് ഇതിൻ്റെ ഈ ലൂപ്പ് വരുന്നത്. ഇത് സ്റ്റാർ മോട്ടറിൽ അധികം ഈ ലൂപ്പ് നമുക്ക് കാണാൻ സാധിക്കില്ല. സ്റ്റാർ ഡെൽറ്റ മോട്ടറിലാണ് ഈ ലൂപ്പ് നമുക്ക് വെളിയിലോട്ട് ലിങ്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. അപ്പം നമ്മൾ ഇത് ഇങ്ങനെ വരയ്ക്കുന്നതിനെക്കാട്ടി ഒരു ഇതായിട്ട് ഒരു ഇപ്പം ഇങ്ങനെ വരയ്ക്കുമെന്ന് വെച്ചോ. ഇങ്ങനെ വരച്ചു. അപ്പം ഇതെന്തായി, ഒരു സ്റ്റാർ പോലെ. ഓക്കെ, RYB. ഇപ്പം ഇങ്ങനെ വരയ്ക്കുന്നതിനെക്കാട്ടി നമുക്ക് ഡ്രോയിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രോയിങ് ഇങ്ങനെയും വേണ്ട, ഇതേ ഇങ്ങനെ വരയ്ക്കാം. അപ്പം RYB ഇത് ഇതിൻ്റെ ന്യൂട്രൽ പോയിൻ്റ്. അപ്പോൾ ഓരോ ഫേസിലോട്ടും നമുക്ക് പോകുന്ന എത്ര വോൾട്ട് ആയിരിക്കും? 230 വോൾട്ട് ആയിരിക്കും. ഇത് അതിൻ്റെ ന്യൂട്രൽ പോയിൻ്റ്. മനസ്സിലായോ? ഇത് സെയിം ഫങ്ഷനാണ് നമ്മുടെ ഈ ട്രാൻസ്ഫോമേഴ്സ് ഇല്ലേ, നമ്മുടെ 415 വോൾട്ട് 3 ഫേസിൽ നിന്ന് സിംഗിൾ ഫേസ് ന്യൂട്രൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഉള്ളൊരു ഇതുണ്ടല്ലോ, ട്രാൻസ്ഫോമർ അറിയാമല്ലോ നിങ്ങൾക്ക്. ട്രാൻസ്ഫോമറിൻ്റെ ഫങ്ഷൻ സെയിം ഇത് തന്നെയാണ് കേട്ടോ. ട്രാൻസ്ഫോമറിൻ്റെ ഇൻഡക്ഷൻ ആണല്ലോ ഈ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ. ഇൻഡക്ഷൻ വോൾട്ട് ആണല്ലോ, AC ഇൻഡക്ഷൻ വോൾട്ടേജിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യിക്കാനാണല്ലോ ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അതുപോലെ ഈ ഫസ്റ്റ് വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിൻ്റെ ഡെൽറ്റ വൈൻഡിങ്ങും, സെക്കൻഡ് വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലോട്ടൊക്കെ പോകുന്ന ആ ഒരു സപ്ലൈ ഇല്ലേ, അതെന്ന് പറഞ്ഞാൽ സ്റ്റാർ കണക്ഷൻ ആയിരിക്കും. ഇതിൽ നിന്നായിരിക്കും നമുക്ക് ന്യൂട്രൽ സപ്ലൈ വരുന്നത്. ഇത് നമുക്ക് എർത്തുമായിട്ട് ലിങ്ക് ചെയ്തേക്കും ഈ ലൈൻ.
ന്യൂട്രൽ. ഓരോ ഫേസിനും നമുക്ക് 230 വോൾട്ട് ആയിരിക്കും വരുന്നത്. അപ്പം മോട്ടറിൻ്റെ ടോർക്കും കുറവായിരിക്കും, സ്പീഡും സ്റ്റാർട്ടിങ് കുറച്ച് ഇങ്ങനെ ഒരു സ്ലോ ആയിട്ടായിരിക്കും മോട്ടർ സ്റ്റാർട്ട്. അത് 230 വോൾട്ട് ആകുമ്പം അങ്ങനെ സ്ലോയിലായിരിക്കും മോട്ടർ റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഈ പോയിൻറ്റും തമ്മിൽ നമുക്ക് ചില മോട്ടറിൽ ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഈ ഒരു പോയിൻറ്റുമാണ് വൈൻഡിങ് ചെക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ 2 ലിങ്ക് കൂടെ ചേർന്നുള്ള ഒരു 4 ohms എടുക്കുന്നുണ്ടെങ്കിൽ ഈ വൈൻഡിങ് 4 ohms ആയിരിക്കണം, ഈ വൈൻഡിങ് 4 ohms ആയിരിക്കണം. ഇതൊരു എക്സാമ്പിൾ പറയുവാണേ, ഇപ്പോൾ എത്ര ഓംസിൻ്റെ ആണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതനുസരിച്ച് ഇതെല്ലാം ഈക്വൽ ഓംസ് ആയിരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഇതുകൂടെ നമുക്ക് ചെക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഇത് രണ്ടും 2 ohms ആയിരിക്കും, ഇത് 2 ohms ആയിരിക്കും, ഇത് 2 ohms ആയിരിക്കും. അപ്പം ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോഴാണ് 4 ohms ആയിട്ട് ടോട്ടൽ വരുന്നത്, കൗണ്ടിങ് വരുന്നത് കേട്ടോ, ഇങ്ങനെ വരുന്നത്. അപ്പം ഇത് സ്റ്റാർ മനസ്സിലായോ? മോട്ടർ ടെർമിനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലൈൻ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. വൈൻഡിങ് ഇൻറ്റേർണലായിട്ട് അവർ ലൂപ്പ് ചെയ്തിരിക്കുകയായിരിക്കും അകത്ത്. ഇവിടെ മോട്ടറിനകത്ത് നമ്മൾ ഇൻറ്റേർണലായിട്ട് അവർ ലൂപ്പ് ചെയ്തിട്ടുണ്ടായി വൈൻഡിങ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല, 6YB എന്ന് കൊടുത്താൽ മതി, ഇൻറ്റേർണൽ കണക്ഷനൊക്കെ നമുക്ക് കറക്റ്റായിരിക്കും. ഇത് തമ്മിലുള്ള ഓംസ് വന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക. എല്ലാം ഇത് 6 നിൽക്കും, YB സപ്ലൈ കൊടുക്കുമ്പോൾ ഈ 6ഉം Yയും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 6 ചെക്ക് ചെയ്യുക, 6Y, അത് കഴിഞ്ഞ് 6B, 6 + Y വൈൻഡിങ് നോക്കുക, സെയിം ആണോ നോക്കുക, = 4 ohms എന്ന് വിചാരിക്കുക. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 6B ചെക്ക് ചെയ്യുക, 6 + B ചെക്ക് ചെയ്യുക, 4 ohms ആണെന്ന് വിചാരിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് YB 4 ohms ആണെന്ന് വിചാരിക്കുക. ഇതൊരു എക്സാമ്പിളാണ്, എത്ര ഓംസ് ചിലപ്പോൾ 1.1 ohms ആയിരിക്കും. വലിയ മോട്ടർ ആകുമ്പോഴത്തേന് അതിന് റെസിസ്റ്റൻസ് കുറഞ്ഞു വരും. ഇനി നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റാർ കണക്ഷൻ എന്ന് പറയും. സ്റ്റാർ കണക്ഷൻ. ഇപ്പം ഒരു വൈൻഡിങ്, നിങ്ങൾ ചില മോട്ടറിൻ്റെ അല്ലെങ്കിൽ കംപ്രസറിൻ്റെ ഒക്കെ വൈൻഡിങ് നോക്കിക്കഴിഞ്ഞാൽ, നെയിം പ്ലേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് സ്റ്റാർ എന്ന് കൊടുത്തേക്കുന്നത് കാണാം. ഇറ്റ് മീൻസ് അത് പാർട്ട് വൈൻഡിങ് ആണ്. പാർട്ട് വൈൻഡിങ് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു വൈൻഡിങ് റണ്ണാവും. ഇപ്പം എൻ്റെ ഈ കൈ കൊണ്ട് ഒരു സാധനം തള്ളി ഭയങ്കര ഹെവി ഒരു സാധനം ആദ്യം തള്ളി കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു വേറെ ആളോ ഒന്ന് തള്ളി പിന്നെ അങ്ങ് തള്ളുമ്പോൾ സ്പീഡിൽ ഇതങ്ങ് ഓടും. പക്ഷെ ഒരാൾ തന്നെ അത് തള്ളിക്കൊണ്ടിരിക്കുന്ന ഇയാളുടെ കൈയും കിഴക്കും എല്ലാം ചിലപ്പം ഒരാളുടെ കൈയുടെ പോകും, പ്രശ്നമുണ്ടാവും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കണക്ഷൻ. പാർട്ട് വൈൻഡിങ് ആണ്, പാർട്ട് വൈൻഡിങ് എന്ന് പറയും. ഈ ഒരു മോട്ടറിനകത്ത് തന്നെ 2 സ്റ്റാർ കണക്ഷൻ. നമ്മൾ ആദ്യം ഒരു സ്റ്റാർ കണക്ഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, ഈ സ്റ്റാർ കണക്ഷൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇതുപോലെ തന്നെ 2 എണ്ണമായിരിക്കും ഇതിനകത്ത് വരുന്നത്. ഈ വൈൻഡിങ് തന്നെ ഇതുപോലത്തെ 2 എണ്ണം. വരച്ചില്ല, ഇത് നമ്മൾ സിമ്പിളായിട്ട് പറയാണ്, നമുക്ക് ഒരുപാട് ഡെക്കറേഷൻസ് ഒന്നും ചെയ്യാൻ വയ്യ, നിങ്ങൾ മനസ്സിലാക്കിക്കോണേ. അപ്പം ഒരുപാട് ഇതൊക്കെ ഇട്ട് ലൈറ്റ് എഫക്റ്റും ഒക്കെ ഇട്ടൊന്നും ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും നമുക്കില്ല. നമ്മളുള്ളത് കൊണ്ട് ഓണം പോലെ ആഘോഷിക്കാത്തേ ഉള്ളൂ. അപ്പം ഇതുപോലത്തെ 2 വൈൻഡിങ് ആണ് സ്റ്റാർ കണക്ഷനിൽ വരുന്നത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല കേട്ടോ. ഈ 2 വൈൻഡിങ്ങുമായിട്ട് യാതൊരു ബന്ധമില്ല. ആ ബന്ധം വന്ന വൈൻഡിങ് ഷോർട്ടാന്ന് അർത്ഥം. ഓക്കെ, ഇതാണെങ്കിൽ ഇത് രണ്ടും കാണാൻ ഒരുപോലിരിക്കും, പക്ഷേ ഇവൻ കറുത്തതും ഇവൻ ചുവപ്പുമാണ്. അതുകൊണ്ട് ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഹെൽപ്പ് ചെയ്യാൻ നേരത്ത് എന്നെ വേണമെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് 2 പേരുടെ വന്നിട്ട്, ഒരാൾ ഇങ്ങനെ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ഇതുകൂടെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ കൊടുക്കുന്നതിനുള്ള പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അപ്പം ഞാൻ ഇതിൻ്റെ ടെർമിനൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു സ്റ്റാർ കണക്ഷൻ്റെ ടെർമിനൽ കണക്ടറാണിത്. ഓക്കെ, നമുക്ക് സാധാരണ രീതിയിൽ വരുമ്പോൾ ഇതിന് സ്റ്റാർ കണക്ഷനിൽ ലിങ്ക് നമ്മൾ ഇടാറില്ല. ചെറിയ കംപ്രസറൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് നമ്മൾ സ്റ്റാറിലോട്ട് തന്നെ RYB സപ്ലൈ ഇട്ടിട്ട് ഒറ്റ സപ്ലൈ കൊടുത്താൽ മതി. വലിയ 50 HP 40 HP ഒക്കെ കംപ്രസർ വരുമ്പോൾ അല്ലെങ്കിൽ മോട്ടർ ഒക്കെ വരുമ്പോഴത്തേന് നമുക്ക് എന്ത് പറ്റും, രണ്ടും കൂടെ കൊടുക്കുമ്പോൾ ഈ സെയിം പറഞ്ഞുകൊണ്ട് തന്നെ ആംബിയർ ഭയങ്കരമായിട്ട് എടുക്കും. അപ്പം ഇത് നമുക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3, പിന്നെ ഇവിടെ നമ്പർ 7 8 9. ഇതൊക്കെ ഇൻ്റർനാഷണൽ കോഡ് നമ്പറുകൾ കേട്ടോ. ഈ നമ്പരൊന്നും ഒരിക്കലും ഒരു മോട്ടറിലും സ്റ്റാർ കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ 1 2 3 7 8 9 ഇങ്ങനെയായിരിക്കും ഒരു നമ്പർ വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പം ഇതിനകത്ത് ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കമ്പനി ചെയ്തു വരുന്ന വൈൻഡിങ്ങിലൊന്നും ഒരു പ്രോബ്ലം ഇല്ല. ഈ സാധനം റീവൈൻഡിങ് കഴിഞ്ഞ് വരും. റീവൈൻഡിങ് കഴിഞ്ഞ് വരുമ്പോൾ ഇത് നമുക്ക് R ഇവിടെ കൊടുത്തു, YB ഇതിൻ്റെ ഇവിടെ തന്നെ RYB, ഇത് നേർക്കാണ് കൊടുക്കണ്ടേ. സ്റ്റാർ കണക്ഷൻ എന്ന് പറയുമ്പം സ്റ്റാർ കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഇതുമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇത് വേറെയാണ്, അത് വേറെയാണ്. നിങ്ങൾ ആദ്യം ഇവിടുന്ന് RYB കൊടുത്തു, ഇവിടുന്ന് പിന്നെ നിങ്ങൾ അടുത്ത കൊടുക്കുമ്പം ഇവിടെ RYB കൊടുത്തു, തിരിച്ചു കൊടുത്തു, ഇവിടുന്ന് RYB കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിക്കും, ഫസ്റ്റ് വൈൻഡിങ്ങിന് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസിലും തിരിച്ച് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അത് കൗണ്ടർ ക്ലോക്ക് വൈസിലും CCWയിലും വർക്കാവും. ഒന്ന് റൈറ്റിലോട്ടും ഒന്ന് ലെഫ്റ്റിലോട്ടും. അപ്പോൾ എന്ത് പറ്റും, മോട്ടറിന് കൺഫ്യൂഷൻ, ഇത് എങ്ങോട്ട് കറങ്ങണം. അപ്പോഴത്തേന് ആംബിയർ കൂടിയിട്ട് ടപ്പേന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് അടിക്കും. അല്ലെങ്കിൽ ട്രിപ്പ് ആയില്ലെന്ന് വെച്ചോ വൈൻഡിങ് പോവും, ഷോർട്ടാവും. കാരണം അത്രയും കറണ്ട് നമ്മുടെ വൈൻഡിങ്ങിലോട്ട് വരുവാണ്. ഒന്ന് റൈറ്റിലോട്ടാണ് നിങ്ങൾ കൊടുത്തേക്കുന്നത്, ഒന്ന് ലെഫ്റ്റിലോട്ടാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ കൊടുക്കാൻ പാടില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ RYB ഒക്കെ കൊടുത്തു, ഇവിടെ നേരെ R കൊടുത്തു, Y കൊടുത്തു, B കൊടുത്തു. ഇതിന് നമുക്ക് ലിങ്ക് ഇട്ടിട്ട്, ചെറിയ മോട്ടറൊക്കെ ആണെങ്കിൽ നമുക്ക് ലിങ്ക് ഇട്ടിട്ട് ഒറ്റ സപ്ലൈ കൊടുക്കുക. അപ്പോൾ രണ്ടിലും ഒരേപോലെ സപ്ലൈ പോകത്തുള്ളൂ. RYB നമ്മൾ സപ്ലൈ പോകും. ഓക്കെ. പക്ഷേ ചില പൊട്ടന്മാരുണ്ടല്ലോ, വൈൻഡ് ചെയ്ത് വരുന്നവന്മാർ എന്ത് ചെയ്യുന്നറിയോ, ഇവിടെ തിരിച്ചു കൊടുത്തു കളയും. നമ്മളിവിടെ നേരെ കൊടുത്തു, ഇവിടെ RYB കൊടുത്തു, ഇത് മാറ്റി കൊടുത്തു കളയും. ഒരു വട്ടം എനിക്ക് പണി കിട്ടിയതാണ്. കാര്യം വെച്ചാൽ നമുക്കറിയത്തില്ലല്ലോ എങ്ങനെ കൊടുത്തേക്കുന്ന അകത്ത്. വൈൻഡ് ചെയ്ത് വന്ന മോട്ടറല്ലേ, RYB കൊടുത്തു. അവന്മാർ ഇത് ഇൻറ്റേർണലായിട്ട് ഇവിടുന്ന് തിരിച്ചു കൊടുത്തു, ഇവിടുന്ന് RYB കൊടുത്തു. അപ്പോൾ ആദ്യം ഞാൻ റണ്ണാക്കിയപ്പം ഫ്യൂസ് പോയി, പിന്നെ റണ്ണാക്കി, കണക്ഷൻ എല്ലാം ഇവിടെ എല്ലാം കറക്റ്റ് RYB കൊടുത്തിട്ടുണ്ട്. പക്ഷേ അകത്ത് ഇൻറ്റേർണലി വൈൻഡിങ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് തിരിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചു, ഇത് എനിക്ക് അപ്പോൾ കൺഫ്യൂഷനായി. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ആ ടൈമറിൻ്റെ ടൈം കുറച്ച് കൂട്ടിയിട്ട് ഒരു 6 സെക്കൻഡ് അല്ലെങ്കിൽ 1 സെക്കൻഡ് 2 സെക്കൻഡിൽ റണ്ണാണ് കണ്ടത്, കുറച്ച് ഒരു 10 സെക്കൻഡ് ആക്കി വെച്ചു. അപ്പോൾ എപ്പോഴാണ് ഇത് ട്രിപ്പ് ആകുന്നത് അല്ലെങ്കിൽ ഫ്യൂസ് പോകുന്നതെന്ന് നോക്കിയപ്പോൾ സ്റ്റാറിൽ ഇത് ആദ്യം റണ്ണായി. അത് നമ്മൾ അടുത്ത പാർട്ട് വൈൻഡിങ് സെക്കൻഡ് വൈൻഡിങ്ങിലോട്ട് പോയ സമയത്ത് ഫ്യൂസ് പോയി. അപ്പോൾ എനിക്കിത് മനസ്സിലായി, ഇതിനകത്ത് സെക്കൻഡ് വൈൻഡിങ് എന്ത് കുഴപ്പമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ലൈൻ ഓഫ് ചെയ്തിട്ട് ഇത് റണ്ണ് ചെയ്യിച്ചു, ഈ ലൈൻ ഡിസ്കണക്ട് ചെയ്തിട്ട് ഈ ലൈനിൽ റൺ ചെയ്യിച്ചു. അതിന് റൺ ചെയ്തു, ഒരു കുഴപ്പമില്ല. അതിനുശേഷം ഈ ലൈനിലോട്ട് വീണപ്പം ട്രിപ്പായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സംഭവം തിരിഞ്ഞ് കറങ്ങുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ബാക്ക് സൈഡ് അഴിച്ചു. ഇത് കംപ്രസറിൻ്റെ ആണ് പറയുന്നത്. കംപ്രസറിൻ്റെ മൊത്തം അഴിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ബാക്ക് സൈഡ് സെക്ഷൻ സൈഡ് അഴിച്ചെടുത്തിട്ട് വൈൻഡിങ് മാത്രം നമ്മൾ റോട്ടർ ചെക്ക് ചെയ്തു. റോട്ടർ ചെക്ക് ചെയ്തപ്പോൾ ആദ്യത്തെ റൺ ചെയ്തിപ്പോൾ ഇത് റൈറ്റോട്ട് ഇറങ്ങുന്നു. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ രണ്ടാമത്തെ വൈൻഡിങ് ചെക്ക് ചെയ്ത് നോക്കിയപ്പം ലെഫ്റ്റിലോട്ട് ഇറങ്ങുന്നു, ആൻറ്റി കൗണ്ടർ ക്ലോക്ക് വൈസ് ഇറങ്ങുന്നു. പിന്നെ നമ്മളത് നോക്കി കണക്ഷനെല്ലാം മാറ്റി ചെക്ക് ചെയ്തിട്ടാണ് പിന്നെ ക്ലോസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അങ്ങനെയും ഇങ്ങനെ മിസ്റ്റേക്കുകൾ വരാം. അപ്പം ഈ സ്റ്റാർ കണക്ഷനിൽ നമ്മൾ
നേർക്ക് നേരെ RYBയെ കൊടുക്കാവുള്ളൂ. സ്റ്റാർ ഡെൽറ്റ വരുമ്പോൾ അങ്ങനല്ല കൊടുക്കുന്നതിനെ പറ്റി ഞാൻ പറയുന്നതായിരിക്കും. ഇപ്പം നമ്മൾ പറയുന്നത് സ്റ്റാർ കണക്ഷനാണ്. ഓക്കെ, സ്റ്റാർ കണക്ഷൻ്റെ കൺട്രോൾ വയറിങ് നമുക്ക് നോക്കാം. ഇത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയാം, അല്ലെങ്കിൽ ചുമ്മാ മനസ്സിലായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഈ വൈൻഡിങ് തമ്മിൽ ഇതിന് യാതൊരു ബന്ധവുമില്ല. ओके, ऑफ करो, ऑन करो. നമുക്ക് സ്റ്റാറിന് വേണ്ടത് 2 കോണ്ടാക്ടർ, 1 ഡിലേ ടൈമർ. ഇത് ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. ഇത് റണ്ണായി 2 സെക്കൻഡ് കഴിഞ്ഞ് രണ്ടാമത്തെ വൈൻഡിങ് എടുക്കാവുള്ളൂ. സ്റ്റാർ സംഭവം മനസ്സിലായോ? ഒരു മോട്ടറിനകത്ത് തന്നെ 2 വൈൻഡിങ്, അല്ലെങ്കിൽ ഒരു കംപ്രസറിനകത്ത് തന്നെ 2 വൈൻഡിങ്. ആ വൈൻഡിങ്ങിൽ ഫസ്റ്റ് സ്റ്റാർട്ടായ ശേഷമേ സെക്കൻഡ് സ്റ്റാർട്ടാകാവുള്ളൂ. മോട്ടർ, കംപ്രസർ ഇതൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം MBCB യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിന് നമുക്ക് 2 വൈൻഡിങ് ആയതുകൊണ്ട് നമുക്ക് ഓവർലോഡ് ഇട്ട് കഴിഞ്ഞാൽ ഒരു വൈൻഡിങ്ങിൽ അതിൻ്റെ എഫക്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഇൻ കേസ് ഇത് ട്രിപ്പ് ആയി കഴിഞ്ഞാൽ ഇൻ്റർലോക്കൊക്കെ ചെയ്ത് ട്രിപ്പ് ചെയ്യിക്കേണ്ട ഇത് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് കോണ്ടാക്ടർ ഡയറക്റ്റ് കൊടുക്കുക. മെയിൻ സപ്ലൈ വരുന്നിടത്ത് MPCB എന്ന് പറഞ്ഞൊരു ബ്രേക്കറുണ്ട്. MPCB, മോട്ടോർ പ്രൊട്ടക്ഷൻ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയും. അപ്പോൾ ഇതിലും നമുക്ക് ആംപിയർ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് 10 തൊട്ട് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 തൊട്ട് ഇത് ഒരുപാട് പല റേഞ്ച്, മോട്ടറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച്, കംപ്രസറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് പല MPCB നമുക്ക് മാർക്കറ്റ് അവൈലബിൾ ആണ്. നമ്മൾ കൊടുക്കുമ്പോൾ മെയിൻ സപ്ലൈ നമ്മൾ ഇവിടെ കൊടുക്കുന്നു. ഇതിൽ നിന്ന് ഔട്ട് വരുന്നത് നമ്മൾ ഓരോ ഇതിലോട്ടും കൊടുക്കുന്നു. ലൂപ്പ് ചെയ്തിട്ട് മെയിനിൽ നിന്ന് ഔട്ട് വരുന്നത് ആ സെയിം ഫേസ് തന്നെ 2 കോണ്ടാക്ടറിലോട്ടും ലൂപ്പ് ചെയ്ത് നമുക്ക് കൊടുക്കാം. മെയിൻ RYB വരുന്നു. ഓക്കെ, ഔട്ട് വരുന്നു. ഔട്ട് എടുത്തിട്ട് കോണ്ടാക്ടറിൻ്റെ ഇന്ന് ലൂപ്പ് ചെയ്യുന്നു. ഇവിടെ മെയിൻ ഞാൻ കൊടുക്കുന്നില്ല, ഇനി ഔട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പം നമ്മളങ്ങനെ 2 കേബിൾ RYB എടുത്തു. അപ്പം നമ്മൾ മെയിൻ സപ്ലൈ ഇൻകമിങ് RYB വന്നു. അതിനുശേഷം നമ്മൾ RYB 2 കേബിൾ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ ഓരോ ഇതിലോട്ടും നമുക്ക് RYB കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് ഒരു RYB കൊടുത്തു, ഇതിനൊരു RYB. അപ്പോൾ ബ്രേക്കർ കുറച്ച് മുകളിലോട്ട് കയറ്റുക. അപ്പോൾ ഇത് കൊടുത്തു. അപ്പോൾ ഇതേന്ന് വരുന്ന ഒരു ലൈൻ RYB ഔട്ട്, ഇതിൻ്റെ RYB ഔട്ട്. ഇത് സ്റ്റാർ കണക്ഷൻ അല്ലേ? അപ്പോൾ നമുക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ ലൈനിൽ നിന്ന് വരുന്ന 6 ഏതെങ്കിലും ഒരു വൈൻഡിങ് കൊടുക്കുക, RYB. അടുത്ത ലൈനിൽ നിന്ന് വരുന്നത് തിരിച്ച് ഇപ്പുറത്ത് RYBയിൽ കൊടുക്കുക. അതുകൊണ്ട് 6 കൊടുക്കുന്നിടത്ത് തന്നെ വേണം ഇതിൻ്റെ 6 കൊടുക്കാൻ. സപ്ലൈ ഒരേപോലെയാണ് വരുന്നത്, ഔട്ട് ഇന്ന് വരുന്നത്. അപ്പം ഇതിൻ്റെ 6, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഇതിൻ്റെ Y നേരെ ഓപ്പോസിറ്റ്, ബിയുടെ ഓപ്പോസിറ്റ്. പാർട്ട് വൈൻഡിങ് കണക്ഷൻ. ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടത് കൺട്രോൾ വയറിംഗ് ആണ്. പവർ സപ്ലൈയുടെ മനസ്സിലായല്ലോ. ഇത് സ്റ്റാർ കണക്ഷൻ്റെ കാര്യമാണ് പറയുന്നത്, സ്റ്റാർ ഡെൽറ്റ അല്ല. ഓക്കെ, അതിനുശേഷം നമുക്കിനി ചെയ്യേണ്ടത് കൺട്രോൾ വയറിംഗ് ആണ്. കൺട്രോൾ വയറിങ്ങിൽ
നമ്മൾ ചെയ്യുന്ന തൊട്ട് തന്നെ ഒരു പുഷ് ബട്ടന് വേണ്ടിയുള്ള എടുക്കാം. നമ്മൾ കോണ്ടാക്ടർ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്കൊരു ന്യൂട്രലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് A2-ൽ നമുക്ക് ന്യൂട്രൽ കൊടുക്കാം. ന്യൂട്രലിൻ്റെ ലൂപ്പ് കൊടുക്കാം. ഓക്കെ, ന്യൂട്രലിൻ്റെ ലൂപ്പ് നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പം ഇത് നമ്മൾ ഇതിൻ്റെ ന്യൂട്രൽ, ഇത് വർക്ക് ചെയ്യാൻ ഒരു ന്യൂട്രൽ വേണം. അതിന് നമ്മൾ ന്യൂട്രൽ കൊടുത്തു. ഇവിടെ ഇനി മെയിൻ ന്യൂട്രൽ കൊടുത്താൽ മതി. അപ്പോൾ നമ്മളൊരു മെയിൻ കൺട്രോൾ സപ്ലൈ എടുത്തു. നമുക്ക് ഇതിനൊരു എമർജൻസി സ്വിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും മോട്ടറിന് എന്തെങ്കിലും സംഭവം പ്രശ്നം പറ്റി, ഇതെപ്പോഴും നോർമലി ക്ലോസ്ഡ് ആയിരിക്കും. ഈ പാനലിലൊക്കെ വരും ഇത്. നമ്മളിപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു, ഇത് ഒന്നും വർക്ക് ചെയ്യുന്നില്ല ഡയറക്റ്റ്, അപ്പോൾ അത് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും. ഇത് നോർമലി ക്ലോസ്ഡ് ആയിരിക്കും, കാണാം ക്ലോസ്ഡ് ആയിരിക്കും. പിന്നെ ഇത് റിലീസ് ചെയ്യുമ്പോൾ റൈറ്റോട്ട് ക്ലിക്ക് കഴിഞ്ഞാൽ ഇത് റിലീസ് ആവും. അപ്പോൾ നോർമൽ പൊസിഷനിലോട്ട് വരും. ഇതിൻ്റെ ലൈൻ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫേസ് ഇതിൽ കൊടുത്തു. മെയിൻ കൺട്രോൾ ഫേസ് ഇതിൽ കൊടുത്തു. ഓക്കെ, ന്യൂട്രൽ ലൂപ്പ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ലിങ്ക് ഇട്ടിട്ട് കോണ്ടാക്ടറിൻ്റെ ലൂപ്പ് ചെയ്തു, ന്യൂട്രൽ ലൂപ്പ് ചെയ്തു. ഓക്കെ, ഫേസ് ഇവിടെ വന്ന് നിൽക്കുവാണ്. ഇനി ഈ ഫേസിൽ നിന്ന് നമുക്കൊരു ഔട്ട് എടുക്കണം. ഇത് നമ്മളിവിടെ ബ്രേക്ക് ചെയ്താൽ ഇത് ബ്രേക്ക് ആവുമേ. ജസ്റ്റ് എമർജൻസി പർപ്പസിന് വേണ്ടി വെക്കുന്നത്, മോട്ടറൊക്കെ പെട്ടെന്ന് ഷട്ട് ഡൗൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത്, അതിനുശേഷം നമ്മൾ ഇതിനകത്ത് നിന്ന് ഒരു ഔട്ട് എടുക്കുന്നു. ഈ എമർജൻസി സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഒരു സ്വിച്ചിങ് പർപ്പസ്, എമർജൻസി ആയിട്ട് നമ്മളത് പുഷ് ചെയ്യുമ്പോൾ ആ മെയിൻ കൺട്രോൾ സപ്ലൈ അവിടെ വെച്ച് ബ്രേക്ക് ആവുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മെയിൻ സപ്ലൈ എടുത്തു, എമർജൻസി സ്വിച്ച് കയറ്റി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഈ ബ്രേക്കറിന് ഒരു ഓക്സിലറി ഉണ്ട്. ഇത് ഇൻ കേസ് ട്രിപ്പായി കഴിഞ്ഞാൽ ഈ കോണ്ടാക്ടർ ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ നോർമലി ഓപ്പൺ പൊസിഷനിൽ നിന്ന് എടുക്കുക, എന്ന് വെച്ചാൽ ഓൺ ആക്കുമ്പോൾ അത് ക്ലോസ് ആവും. നോർമലി ഓപ്പണിൽ നിന്ന് എടുക്കുക, ട്രിപ്പാകുന്ന സമയത്ത് ഓഫ് ആവും. അപ്പോൾ നമ്മൾ ഈ എമർജൻസി സ്വിച്ചിൻ്റെ സപ്ലൈ എടുത്ത് നേരെ ഈ MPCVയുടെ NOI കൊടുത്തു, അവിടെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അവിടെ നിന്നൊരു അതിൻ്റെ ഔട്ടുണ്ടല്ലോ, NOയുടെ ഔട്ട്, അതിൽ നിന്നൊരു സപ്ലൈ എടുത്തു റിട്ടേൺ കൊണ്ടുവന്നു. നമ്മുടെ ഈ സ്റ്റോപ്പ് ബട്ടൻ്റെ നമ്മളന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാർട്ടർ കണക്ഷൻ ഉണ്ടല്ലോ, അതിൽ കൊടുക്കുന്നു. സ്റ്റോപ്പ് സ്വിച്ചിൻ്റെ NC, ഇത് NC ആണ് വരുന്നത്, NCയിൽ കൊടുക്കുന്നു. NCയിൽ കൊടുത്തു. നമ്മൾ മറ്റേ സെയിം കണക്ഷൻ്റെ കൂട്ട് തന്നെ കേട്ടോ, സ്റ്റാർട്ടർ കണക്ഷൻ. NCന്ന് പിന്നെ അങ്ങോട്ട് പോയി NOയിലോട്ട് പോയി, സ്റ്റാർട്ടിങ്. ഓക്കെ, മെയിൻ ഇത് ഇപ്പോൾ ഒന്നുകൂടെ പറയാം. മെയിൻ സപ്ലൈ വന്നു, എമർജൻസി സ്വിച്ചിൽ കയറി, നേരെ MPCVയുടെ NOയിൽ കയറി സ്വിച്ചിൻ്റെ NC, പുഷ് ബട്ടൺ സ്വിച്ചിൻ്റെ NC, സ്റ്റാർട്ടർ സ്വിച്ചിൻ്റെ NO കയറി നമ്മുടെ കോയിലിലോട്ട് വരുവാണ്. കോയിൽ സപ്ലൈ വന്നു. കോയിൽ സപ്ലൈ പുഷ് ചെയ്യുമ്പം സപ്ലൈ വരും. ഇപ്പം നമുക്ക് ഹോൾഡിങ്ങിൻ്റെ കൊടുക്കണം. അത് നമ്മൾ NO കോണ്ടാക്റ്റിൽ നിന്നാണ് ഹോൾഡിങ് കൊടുക്കുന്നത്. ഹോൾഡിങ് അറിയാം. സ്റ്റോപ്പ് ബട്ടൻ്റെ
ഔട്ടിൽ നിന്ന് സ്റ്റോപ്പ് ബട്ടൻ്റെ ഔട്ടിൽ നിന്ന് വേണം നമ്മൾ ഹോൾഡിംഗ് സപ്ലൈ കൊടുക്കാൻ. ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇതിനു വേണ്ടി ഞാൻ ഒന്ന് ചെയ്യുവാണ്. സ്റ്റോപ്പ് ബട്ടൻ്റെ ഔട്ടിൽ നിന്ന് ഒരു ലൈൻ എടുത്ത് ഇവിടെ ഹോൾഡിംഗ് സപ്ലൈ ആക്കിയിട്ട് കൊടുക്കുകയാണ്. NOയിലാണ് കൊടുക്കേണ്ടത്. NOയിൽ നമ്മൾ പുഷ് ചെയ്യുമ്പോൾ ക്ലോസ് ആവും, മീൻസ് സപ്ലൈ പാസ് ചെയ്യണം. ഓക്കെ, അതിൻ്റെ ഔട്ടിൽ നിന്ന് എടുത്ത് കൊടുത്തു. പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് കോയിലിൻ്റെ ലൂപ്പിംഗ് ആണ്. എന്നോട് ഔട്ട് എടുക്കുന്നു. കോയിലിൻ്റെ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ എന്നോട് ഔട്ട് എടുത്തു. കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ പറയുക. ഓൾറെഡി അറിയാവുന്ന, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കണക്ഷൻ. അതിൻ്റെ കണക്ഷൻ വേറെ വീഡിയോ ഉണ്ട്, നോക്കുക, ഹോൾഡിംഗ് സ്വിച്ചിൻ്റെ. അപ്പോൾ ഇവിടം വരെ നമ്മളൊരു ഹോൾഡിങ്ങിൻ്റെ കണക്ഷൻ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പവർ കൊടുക്കാം. പവർ കൊടുത്തു. എമർജൻസി ഞാൻ ഓണിൽ വെച്ചിരിക്കുകയാണ്. എമർജൻസി ഓണാണ്. ബ്രേക്കർ ഓഫാണ്. ബ്രേക്കർ ഓൺ ചെയ്യാം. പുഷ് ബട്ടൺ അമർത്താം. പിടിച്ചു, ഹോൾഡായി. സ്റ്റോപ്പ് അടിച്ച സ്റ്റോപ്പ്, ഹോൾ അടിച്ചാൽ ഹോൾഡ്. ഇൻ കേസ് എമർജൻസി അടിച്ചാൽ എമർജൻസി ബട്ടൺ പുഷ് ചെയ്താൽ അതും ട്രിപ്പ്. റീസെറ്റ് ചെയ്താൽ ഓൺ ആകത്തില്ല, സ്റ്റാർട്ട് അടിക്കണം. ഇൻ കേസ് ഈ ബ്രേക്കർ ട്രിപ്പായ അത് ഓഫ്. ഓൺ ചെയ്താൽ ഓൺ ആകത്തില്ല, സ്റ്റാർട്ട് അടിക്കണം. ഓക്കെ, അത്രയായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ടൈമറിൻ്റെ കണക്ഷനാണ്. ടൈമറിൻ്റെ നിങ്ങൾക്കറിയാമല്ലോ, ടൈമറിൻ്റെ കണക്ഷൻ എങ്ങനെ വരുന്നതെന്നുള്ളത്. നേരെ ഇതിനും ഒരു A1 A2 ഉണ്ട്. ഇതിന് ന്യൂട്രൽ സപ്ലൈ കൊടുക്കണം. അപ്പോൾ നമുക്കത് കൊടുക്കാം. ഈ ടൈമറിൻ്റെ A2ൽ കൊടുക്കുന്നു. A2ൽ കൊടുത്തു. ഇതിന് നമുക്കൊരു കോയിൽ സപ്ലൈ വേണം. ഇതിനൊരു കോയിൽ സപ്ലൈ വേണം. അപ്പോൾ ഈ ടൈമറിൻ്റെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഈ ടൈമറിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കോമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15-ഉം NO പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 18-ഉമാണ്. അപ്പോൾ 18 നമുക്ക് ഔട്ട് എടുക്കാം. ഒരു ഔട്ട് എടുത്തു. അതിനുശേഷം ഇതിൻ്റെ കോയിൽ സപ്ലൈ കൊടുത്തു. ഓക്കെ, ഇനി 18 NOയിൽ നിന്ന് കോയിൽ സപ്ലൈ കൊടുത്തു. ഇനി നമുക്ക് കോമണിലും A1ലും ഒരു സപ്ലൈ വേണം. അപ്പോൾ അതുകൊണ്ട് ഇത് ലൂപ്പ് ചെയ്തിട്ട് 15 അത് കൊടുത്തു. അതിനുശേഷം A1ലോട്ട് ലൂപ്പ്. സെയിം സപ്ലൈ തന്നെ ലൂപ്പ് ചെയ്യാം കേട്ടോ. അത് അപ്പോൾ നമുക്ക് ഇവിടെ ഈ രണ്ടുകൂടെ ലൂപ്പ് ചെയ്തിട്ട് സപ്ലൈ എടുത്തു. അതിനുശേഷം നമുക്ക് ഈ A1ൽ തന്നെ കൊടുക്കാം. ഇത് 3 വയറുള്ളതുകൊണ്ട് ഞാൻ ഈ NOയിലോട്ട് കൊടുക്കുകയാണിത്. എവിടെ വേണമെങ്കിലും കൊടുക്കാം. ഈ വയർ ഇവിടെ കൊടുക്കാം, എവിടെ വേണമെങ്കിലും കൊടുക്കാം. ഇവ രണ്ട് ലൂപ്പല്ലേ, അവിടെ കൊടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ പവർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് എത്ര
ടൈമാണ് സെറ്റ് ചെയ്തത്. നമുക്ക് 1 സെക്കൻഡ് 2 സെക്കൻഡൊക്കെ മതി. നമുക്കൊരു 10 സെക്കൻഡ് വെക്കാം. അല്ല വേണ്ട, ഒരു 3 സെക്കൻഡ് വെക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് കമാൻഡ് കൊടുക്കാൻ പോവാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് കൊടുത്തു. ടൈമർ ഓണായി. അടുത്ത സെക്കൻഡിൽ ഓണായി. 3 സെക്കൻഡ് ഓഫ്. പാർട്ട് വൈൻഡിങ് ഫസ്റ്റ് വൈൻഡിങ് ഓണായി. ടൈമർ ഓണായി. അടുത്ത സെക്കൻഡിൽ അടുത്ത ടൈമർ ഇത് ഓണായി. കുറച്ചുകൂടെ ടൈം കൂട്ടി വെച്ച് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് വൈൻഡിങ് സ്റ്റാർട്ടായി. ഡിലേ കൗണ്ട് ഡൗൺ സ്റ്റാർട്ടായി. ഇത്രയും ഡിലേ വെക്കത്തില്ല. മാക്സിമം 3 സെക്കൻഡ് ജസ്റ്റ് ടെസ്റ്റിങ്ങിന്. അടുത്ത ടൈമർ ഓണായി. അടുത്ത കോണ്ടാക്ടർ സ്റ്റാർട്ടായി. നമ്മൾ അന്നേരം തന്നെ ടക്ക് ടക്കെന്ന് അടിക്കണം കേട്ടോ. സ്റ്റാർട്ട്. ഇത്രയും പോലും ഡിലേ വേണ്ട. ഇത്രയും ഡിലേ വേണ്ട, കുറച്ചുകൂടെ കുറയട്ടെ. സ്റ്റാർട്ട്. ഈ ഡിലേ മതി. ഇത് പിടിച്ചു കഴിഞ്ഞാൽ അത് പിടിക്കണം, അത്രേ ഉള്ളൂ. ഒരുപാട് ഡിലേ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൈൻഡിങ് ലോഡ് കൂടും. മേ ബി വൈൻഡിങ് പോകാൻ ചാൻസ് ഉണ്ട്. സ്റ്റാർട്ട്. അടുത്ത് ഫസ്റ്റ് വൈൻഡിങ് എടുത്തു. ഡിലേ ടൈമർ ഓണായി. അതായി. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഒന്നുകൂടെ ഒന്ന് കൂട്ടി വെക്കാം. സ്റ്റാർട്ട്. ഡിലേ. അടുത്ത് വൈൻഡിങ്. സ്റ്റാർ. മനസ്സിലായല്ലോ? ഇത് സ്റ്റാർ ഡെൽറ്റ അല്ല, സ്റ്റാർ ആണ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ സ്റ്റാർ ഡെൽറ്റ ആയിട്ട് വരുന്നതാണ്. അതിന് മുന്നേ ചെറിയൊരു കണക്ഷനാണ്, അതുകൊണ്ടാണ് ഇത് ഫസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.